ക്വാളിറ്റിയുള്ള സാധനം ഒരു മായില്ലാത്ത സാധനമാണെങ്കിൽ സിയാബ്ഖാനെ ബന്ധപ്പെട്ടില്ല. അതെ, ഈ വെള്ള എന്നുള്ള മുട്ടല്ലേ? അത് മുട്ടയാണ്. ഈ മുട്ടാണല്ലേ ഈ വെള്ളത്? ഇതാണ് തേൻ. ചുവപ്പ് സാധനം തേനാണല്ലേ? അക്രമാദികളെ കഴിച്ചാലേ അതുപോലെ ആദ്യം കുപ്പിയിലാക്കുക. അങ്ങനെ ചെയ്യണല്ലോ ആദ്യം. എന്നാ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇതിന് പകുതി മുട്ട എടുത്ത് വെട്ടിക്ക് വെക്കുക. റാണി മുട്ട ഉള്ളത് ഇപ്പൊ റാണി മുട്ട ഇല്ല. റാണിമുട്ട കുറച്ചുകൂടി വലിയൊരു മുട്ട ഉണ്ടാവും. തേന്റെ പരിപാടി ഉണ്ടല്ലേ? ചെറുതേനുകള് ഇവിടെ ഏകദേശം എത്ര ബോക്സ് ഉണ്ട്? 2, 4, 6, 8, 11 കേസുണ്ട്. 11 കേസ് ഇപ്പൊ നിലവിലുണ്ട്. ഇതിലൊക്കെ നമ്മള് പല കടത്തതാ തേൻ എടുക്കണ്ടാണല്ലേ? എടുത്തിങ്ങനെ കുപ്പിയിലാക്കിയാണല്ലോ അല്ലെ ചെറുതേനുകളല്ലേ? ഔഷധ ഗുണമുള്ള തേനല്ലേ? ഇത് നമ്മള് മനസ്സിലാൻ അങ്ങനെ കൊടുക്കില്ല. ഒന്നും ചെയ്യലല്ലോ, ഒക്കെ ഓള് ചെയ്തോളൂ. അപ്പൊ ഇത് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് തേൻ എടുക്കുമ്പോളേ ആദ്യം ഈ നമ്മളെ ആക്രമിക്കണ ഈച്ചാളുണ്ടാവും, അക്രമാദികളെ ഈച്ചാളെ അതുപോലെ ആദ്യം കുപ്പിയിലാക്കുക. എന്നാ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ തട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇതിപ്പോ കുത്തുന്ന സാധനമാണ്. ഇത് കുത്തൂല, നമ്മള് ചെറുതങ്ങനെ ബുദ്ധിമുട്ടാക്കും. ചെറുതേനെ കുത്തൂല. നമ്മളെങ്ങനെ മുഖത്തൊക്കെ വന്ന് തലയിലൊക്കെ വന്ന് ഇങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ബുദ്ധിമുട്ടാക്കി നമ്മളങ്ങനെ ബുദ്ധിമുട്ടാക്കണതൊക്കെ കുപ്പിയിലാക്കാതെ പരിപാടി കഴിഞ്ഞിട്ട് തുറന്നുവിടും. അതുപോലെ കൂട്ടുകാരിക്കോ ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ പോകുന്നില്ല? അല്ല, പോകൂല പോലല്ലേ? അല്ല, ഓരോ റാണിപതി ഉണ്ടാകുമ്പോ പിന്നെ അങ്ങനെയാണല്ലേ? റാണിക്ക് പറക്കാൻ കഴിയൂല. പറക്കാൻ കഴിഞ്ഞെങ്കിലേ പോകാൻ പറ്റുള്ളൂ. റാണി പോയെങ്കിലല്ലേ പോകുള്ളൂ. ഇതിപ്പോ തേൻ എടുക്കാണ്ടാവില്ല ഇതിന്? ഇതില് ഈ ആൺതേനീച്ചകൾ ഉണ്ടാവും ഇതില്, അവരാണ് ഈ അക്രമകാരികൾ അധികം. അത് കൊറേ അങ്ങനെ വന്നാക്കണ വരും. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഇതിലുണ്ടാവും, പുറത്ത് പോരും. കൂടുതൽ കൊറേ ടീച്ചകൾ പുറത്താക്കാൻ വന്നുകൊണ്ടിരിക്കണില്ല. പുറത്ത് തേൻ ശേഖരിക്കാൻ പോയതാണ്. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് പോലെ പോകുന്നത് ഇന്നൊക്കെ എടുക്കുന്നതാണല്ലേ? അല്ലാതെ നമ്മള് പഞ്ചസാരയും മറ്റേ ശർക്കര അധികം മരുന്നിനാണ് ഉപയോഗിക്കണത്. ഈ ചെറുതാണല്ലേ? ഇതിപ്പോ കൊടുക്കാനുള്ള അങ്ങനെ ഉണ്ടോ? കൊടുക്കണേ നമുക്കറിയാൻ കൊടുക്കാം. മറ്റേ തേൻ്റെ അതിന് വില കൂടുതലാണല്ലേ? മറ്റേ തേനക്ക് 300 ഉള്ളൂ കിലോന്. ഇതിന് 3500 വരും. ഒരു കൊല്ലത്തില് 200 തേനൊക്കെ ഇതിന് കിട്ടുള്ളൂ. മറ്റേത് 10 കിലോ 15 കിലോനെ കിട്ടും. അപ്പൊ സാധനത്തിനനുസരിച്ചാണ്. പിന്നെ കുറച്ചിട്ട് കൊടുക്കൂലേ? കൊറേ കൊടുക്കാനുണ്ടാവില്ല. 3500 കിലോന് വില ഉണ്ട്. ഈ ആയുർവേദ കടയിലൊക്കെ ഇതിവിടെ മൂടിക്കാണ്ട് ഇത് തണുപ്പത്തിൽ വെച്ചാൽ ഇത് കെട്ടി വെച്ചാൽ തുറന്നാല് പരിപാടി. അതായത് ചെറുതേന എടുക്കണം. ഇത് ചട്ടിയിലാണ്, മൺചട്ടിയിലാണ്. മൺചട്ടി, മുള, പെട്ടി എല്ലാത്തിനും വെക്കാം. നാച്ചുറൽ ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് താല്പര്യം. അതിന് തേൻ എടുക്കുന്ന സിസ്റ്റാണ് ഇത് ഒട്ടിച്ചിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളെന്തെങ്കിലും കഷ്ടപ്പെടിച്ചാ? ഇല്ല, അവര് തേനിച്ചാ ഒട്ടിക്കണല്ലോ. നല്ല തോന്നല. ഭയങ്കര സ്ട്രോങ് പക്ഷേ പൊട്ടിക്കൂലേ? ഒട്ടിച്ചോക്കൂലെ? ഒട്ടിച്ച് ഉറുമ്പൊക്കെ അടക്കാക്കാൻ മനുഷ്യരൊട്ടില്ലാതെ പറലൊട്ടിക്കും. ഈ വെള്ളം എന്നുള്ള മുട്ടല്ലേ? അത് മുട്ടയാണ്. ഇത് മുട്ടാണല്ലേ ഈ വെള്ളത്? ഇതാണ് തേൻ. ചുവപ്പ് സാധനം തേനാണല്ലേ? മുട്ടൊക്കെ എത്ര സമയം വിരിയ? അങ്ങനെ ഇത് ബിരിയാണി മുട്ട, പുതിയ മുട്ട. ഇതിൽ റാണി ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ. ഈ റാണി എടുത്തിട്ട് നമ്മൾ ഓരോ പെട്ടിക്ക് പകുതി മുട്ട എടുത്ത് പെട്ടിക്ക് വെക്കുക. റാണി മുട്ട ഉള്ളത് ഇപ്പൊ റാണി മുട്ട ഇല്ല. റാണി മുട്ട കുറച്ചുകൂടി വലിയൊരു മുട്ട ഉണ്ടാവും. ഇതൊക്കെ ഏതാണ്? അതതിന്റെ പൂവിന്റെ പൊടി, അതിന്റെ ഒരു ഭക്ഷണമാണ്, പൂമ്പൊടിയാണ്. പൂവിന്റെ പൊടി, തേനും കഴിക്കാം. പുറത്തുനിന്ന് കൊണ്ടുവരണല്ലേ? മറ്റേ ഇതൊക്കെയാണ് തേനല്ലേ? തേൻ അങ്ങനെയാണ് തേൻ എടുക്കുക. ആ ചോന്ത സാധനം ഇങ്ങനെ എടുക്കല്ലേ? ഇതിങ്ങനെ അങ്ങനെ തേനാണ്. പരിപാടി.
എന്താ തേനാണ്. ഒരു മുട്ട പൊട്ടാനും പാടില്ലല്ലേ? മുട്ട കേട്ടിട്ടാണല്ലോ. മുട്ട നമുക്ക് ഇനി എന്ത് ഉപയോഗിക്കണമെങ്കിലേ മുട്ട പോയാൽ നമ്മളിത് കൂട് നഷ്ടപ്പെട്ടു പോകും. അങ്ങോട്ട് വിളിക്കണം. കയ്യടിയൊക്കെയാണ് എല്ലാം മധുരം ഉണ്ടാവും. അങ്ങനെയുണ്ട് മധുരല്ലേ? നേച്ചുറലാണല്ലേ? നാച്ചുറലാണ്. മറ്റേത് പഞ്ചസാര ഇലക്കി കൊടുത്താണ് ഉണ്ടാക്കുന്നത്. അതതിന്റെ പ്രത്യേകത. അത് വെയിലത്ത് വെച്ചാണ് ഉരുക്കി. അത് വെയിലത്തൊക്കെ നമ്മള് പിഴിഞ്ഞാൽ എന്താ അറിയോ, ഇതില് ചെറിയ തേനീച്ചാളും ഈ പൂപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ കലറും. അത് നമുക്ക് സൂക്ഷി പാത്തക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നല്ല അല്ല ചെറുതേന് ക്വാളിറ്റിയിലെ സാധനം, ഒരു മായില്ലാത്ത സാധനമാണെങ്കിൽ ഷിയാബ്ഖാനെ ബന്ധപ്പെട്ടില്ല. അതെ, ഷിയാബ്ഖാന്റെ നമ്പർ ജസ്റ്റ് പറഞ്ഞാണ്. 99 95 97 55 61. ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. തേനകൾ ഇവിടെ ഇപ്പൊ എടുത്തുകൊണ്ട് നിൽക്കണം ലൈവായിട്ട്. അതേമാതിരി ഇതിനു മുമ്പൊക്കെ എടുത്തു വെച്ചത് ഇതിലെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന സാധനം കേട്ടോ. അത് കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുള്ളൂ. മറ്റേന്റെ കാര്യമല്ല. മറ്റേത് പറഞ്ഞാല് സീസൺ കയ്യോടെടുക്കാം. ഒറിജിനൽ മുന്നിൽ നിർത്തുന്ന തരും. ഒറിജിനൽ കൂട്ടുന്നിട്ടാൻ തരും. സംഭവം നോക്കല്ലേ, ഈ സാധനം തിന്നാൻ പറ്റൂലേ? ആ സാധനം തിന്നലേ ഒഴിവാക്കിയാൽ അങ്ങനെയാണല്ലേ? എന്താ പരിപാടി? ഇതേമാതിരി മുട്ടുണ്ടല്ലോ, മുട്ട നോക്കാം. നല്ലതാടാ. അതായത് മധുരല്ലേ? ഒറിജിനൽ പക്ക ഇതാണ്. ഇതിന് നമ്മള് പഞ്ചാര ഇറക്കി കൊടുത്ത കേസൊന്നും ഉണ്ടാവില്ല. പൂന്നുണ്ടാവും. ഇത് റംബുട്ടാൻ വരെ അടുത്ത് പൂത്താത്തുന്നൊക്കെ തേന ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ ഫ്രൂട്ട്സും പരിപാടി തേനീച്ചക്ക് എല്ലാം പോകേണ്ട ആവശ്യം വരില്ല. എല്ലാം ഇവിടെ തന്നെ കിട്ടും. ഇത് കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒന്ന് തുടച്ചു വൃത്തിയാണല്ലോ. ആ തേനീച്ച ആ തേനില് ചാടിക്കാണ്ട് ചത്തുപോകും. മറ്റേ നമുക്ക് കേട്ടത്തെ നമുക്ക് കൂടെ നഷ്ടപ്പെടും. ഒന്ന് തുടച്ചുകാണ്ടേ ആ തേനൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അല്ലാഞ്ഞാൽ എന്താ അറിയോ, അതിലാ ചാടിക്കാണ്ട് ചത്തുപോയാൽ നമുക്ക് നഷ്ടപ്പെടും. ഇനി അതേമാതിരി ഇത് കെട്ടിപ്പോ അതേമാതിരിയാണ്. അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വർഷം കഴിച്ചാൽ നമുക്ക് കൂടി വേറെ വിഭജിക്കണമെങ്കിൽ ഇത് കഴിച്ചിട്ട് ഇതിന് കുറച്ച് അടുത്ത വർഷം കഴിച്ചോളൂ. മാർച്ച് മാസത്തില് കൊല്ലത്തില് മാർച്ചിൽ ഈ ഒരു ചട്ടിന്ന് മാത്രം കിട്ടിയ സാധനമാണ് തോന്നുന്നത്. അതേമാതിരി ഏകദേശം ഒരു 10ഓളം ചട്ടികളുണ്ട് ഇവിടെ കുടുക്ക പെട്ടിയായിട്ട്. ഇതിലൊക്കെ അതേമാതിരി കിട്ടാണ്ടാവൂല്ലേ? ഇനി പഴയ സ്ഥലത്ത് തന്നെ കെട്ടിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ തേനീച്ചനെ വളർത്തുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളാണെങ്കിൽ ടൈമാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ മതി അല്ലെ? മൂപ്പരം തട്ടാണ്. മൂപ്പരം അല്ലെ? ഷിയാബ്ഖാനെ ബന്ധപ്പെട്ട 99 95 97 556. അതെ, ഈ വീഡിയോയിൽ കാണുന്ന മലപ്പുറം വെള്ളം ആ നമ്പറിൽ വിളിച്ചാൽ മതി. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞത്. തേനാണെങ്കിൽ തേനും കിട്ടും. ഒറിജിനൽ തേന് ലൈവായിട്ട് ഇട്ടാൽ തരും. ഈ കാക്കന്റെ പൊട്ടൊക്കെ നിൽക്കാനുള്ള കേട്ടോ. എടുക്കണില്ല, നിർത്തോളൂല്ല മൂപ്പര്. അതെ, ഈ മുളന്റെ കൂടെ എടുത്തോളല്ലേ? മറ്റേ പിന്നെ എടുക്കാനുള്ളതാണല്ലേ? മറ്റേ അക്രമികളായ അങ്ങനെ വെറുതെ വെച്ചാൽ സൗകര്യം പോലെ അങ്ങനെ പോയിക്കോളൂ. എന്റെ ഉള്ളിൽ കൂടെ വെച്ചാൽ സിമ്പിൾ ആണല്ലേ? ആർക്കും അറിയില്ല സംഭവം. വീടിന്റെ തറന്റെ ഉള്ളിൽ നിർത്താണത് ഇതല്ലേ? തറന്റെ ഉള്ളിൽ നിന്ന് തേനീച്ചനെ അതിന്റെ ഉള്ളിൽ നിർത്താണ്ടാക്കിയത്. അവിടെ വീട്ടില് ഇവിടെ നിർത്താണത്. വീട്ടിലെ തറയിന്ന് എടുത്തുകാണ് ഉണ്ടാക്കിയാണ്. ഇതിപ്പോഴും ഉണ്ട്. ഇവിടെ നിർത്തിക്കാണ്ട് കെണിച്ച് പിടിച്ചതാണ്. കെണിച്ച് പിടിച്ചാണ്ട് ഉണ്ടാക്കിയത്. കെണി വെക്കൽ എങ്ങനെയാണ്? പുറത്ത് വെട്ടിച്ചാണ്ട് അങ്ങനല്ലേ? അവിടെ കെട്ടിയേക്കൂലേ? ഇവിടെ ഇതുപോലെ പൈപ്പ് ഇടാം. നമ്മളെ വാട്ടർ ലെവൽ എടുക്കുന്ന പൈപ്പില്ലേ, ആ പൈപ്പ് ഇട്ടിട്ട് ആ പെട്ടിക്ക് കൊടുക്കുക. ആ പെട്ടിക്ക് കയറിയിട്ട് പിന്നെ എങ്ങനെ വന്ന് കൂട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ പിന്നെ അവർക്ക് വെട്ടി കൂടെ വന്നിങ്ങനെ വല്ല ബുദ്ധിമുട്ടാകുമ്പോ കൂടെ സെറ്റ് ആക്കും.
അങ്ങനെ അപ്പൊ നമുക്ക് ആ വെട്ടിയാണ് കിട്ടും. കുറച്ച് ഐഡിയ ആണല്ലോ, നല്ല കാര്യം നടക്കുള്ളൂ. അല്ല ഷിയാബ്ഖാനെ വിളിച്ചാൽ പറഞ്ഞു കൊടുക്കും. അതെ. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കൂലേ?